ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ അഴിയൂർ പരദേവതാ ക്ഷേത്രവും അനുബന്ധമായ ചിറയും ആൽമരവും സംരക്ഷിക്കാൻ പ്രദേശവാസികൾ മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. 1000 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരു കാലത്ത് ശ്രദ്ധേയമായ ക്ഷേത്രം. കടത്തനാട് രാജവംശത്തിലെ കൊയിലോം വക സ്വത്തുവകകൾ കാലം കഴിഞ്ഞപ്പോൾ സംരക്ഷണത്തിന് വകയില്ലാതെ മറ്റു പല ക്ഷേത്രങ്ങളെന്ന പോലെ പരദേവതാ ക്ഷേത്രത്തിലും ജീർണത വന്നു. ക്രമേണ അക്കാലത്തെ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്ന് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുകയായിരുന്നു എന്ന് പ്രദേശവാസിയും മുൻ പുനരുദ്ധാരണ കമ്മിറ്റി അംഗവും കൂടിയായ PM അശോകൻ പറഞ്ഞു. അഴിയൂർ ശ്രീ പരദേവതാ ക്ഷേത്രം 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇത് കടത്തനാട് രാജാവിൻ്റെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത്. അഴിയൂർ ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധമായ രീതിയിൽ തമ്പുരാൻ നടത്തി വന്നതാണ്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നിരവധി ഭൂമികളുണ്ടായിരുന്നു. ഭൂമികളിൽ നിന്ന് പാട്ടം ലഭിക്കാറുണ്ടായിരുന്നു. അന്ന് റിസീവറായിരുന്ന ഡോക്ടർ ബാലകൃഷ്ണനെയും രാജവംശം കുടുംബങ്ങളെയും കണ്ട് പരദേവതാ സേവാ സമിതിക്ക് കൈമാറ്റം നടത്തി. 1977 ക്ഷേത്ര പരിപാലന കമ്മിറ്റി നിലവിൽ വന്നു. 1 രൂപ 2 രൂപ സംഭാവനകൾ സ്വീകരിച്ച് ക്ഷേത്രത്തിന് പുനർജീവൻ നൽകി. ഓട് വെച്ച് ചുറ്റമ്പലം പണിത് ചെറിയ രീതിയിലുള്ള പൂജകൾ തുടങ്ങി. ധാരാളം കൃഷിഭൂമിയുണ്ടായ പ്രദേശത്ത് നെല്ലും മറ്റു കാർഷിക വിഭവങ്ങളും വരവായി വന്നു. അക്കാലത്തെ പ്രസിദ്ധമായ ഊട്ടുപുര ക്ഷേത്രം വക ഉണ്ടായിരുന്നു. റെയിൽവേ ലൈൻ വന്നതോടെ ക്ഷേത്രവും ചിറയും ഇരുഭാഗത്തായി. പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് ചിറഭാഗത്തേക്ക് റെയിൽപാലം കടക്കാൻ ഗേറ്റ് ഉണ്ടായിരുന്നതായി ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് P. രവീന്ദ്രനാഥ് ഓർമ്മപ്പെടുത്തി. അപ്പോൾ ആ ഉദയവർമ്മ കടത്തനാട് രാജാവിൻ്റെ പാരമ്പര്യമായിട്ട് അന്ന് ഉണ്ടായിരുന്ന ഉദയവർമ്മ രാജ എന്ന ആളിൽ നിന്നാണ് നമ്മുടെ അന്നത്തെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് വേണ്ടി ഒരു എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിരുന്നത്. ആ എഗ്രിമെൻ്റ് പ്രകാരമാണ് നമ്മൾ ഈ ക്ഷേത്രവും നിൽക്കുന്ന സ്ഥലവും ഇന്നേ സർവേ നമ്പർ ഇത്ര സർവേ സബ് ഡിവിഷൻ എന്നുള്ള നിലയിൽ ആ വിവരങ്ങളും ഇത്ര സെൻറ്റ് സ്ഥലവും അത് ക്ഷേത്രത്തിന് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ഉദയവർമ്മ രാജാവ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇത് അന്യാധീനപ്പെടുത്തുവാനോ ഇത് ക്രയവിക്രയം ചെയ്യാനോ ഈ കമ്മിറ്റിക്ക് അധികാരമില്ല. ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ചിറ വളരെ നാശോന്മുഖമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ളതായ ഒരു കമ്മിറ്റി, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇതിലേക്ക് മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിത്യപൂജയും നിവേദ്യ സമർപ്പണവും മറ്റു ചടങ്ങുകളുമായി ക്ഷേത്ര പരിപാലനം മുറയ്ക്ക് നടക്കുന്നു. ദേശീയപാത ബൈപ്പാസ് തൊട്ട് കിടക്കുന്ന ചിറയുടെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ജലസ്രോതസ് കൂടിയായ ചിറ സംരക്ഷിക്കുന്നതിന് വേണ്ടി EK മനോജ് കുമാർ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് P. ലീല ചെയർമാനുമായ വിപുലമായ ജനകീയ കമ്മിറ്റി വാർഡംഗം റഫീഖിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ജലക്ഷാമത്തിന് പ്രയാസം നേരിടുന്ന സമീപ പ്രദേശത്തിന് കുടിവെള്ള പദ്ധതി, വയോജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള വിനോദ കേന്ദ്രം, നീന്തൽ പരിശീലന കേന്ദ്രം തുടങ്ങിയ വിവിധ ഉദ്ദേശ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് K. ലീല പറഞ്ഞു. ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനറായി EK മനോജ് കുമാറുമാണ് ഇതിന് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അന്നത്തെ യോഗത്തിൽ തന്നെ അദ്ദേഹം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിന് ആഭിമുഖമായി തന്നെ ഒരു 3 ലക്ഷം രൂപ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതിവിടെ നമ്മൾ നടത്തിപ്പിന് ഉപകാരപ്രദമായിട്ട് ആദ്യം തന്നെ അദ്ദേഹം അത് സംസാരിച്ചത് കൊണ്ട് തന്നെ ഏകദേശം കുറേ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് താല്പര്യമെടുത്ത് എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്യുവാനും അതുപരി ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഏതെല്ലാം വകുപ്പുകൾ കാണണം, ഏതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായാലും എവിടെയായെങ്കിലും ഇവർക്ക് പോയി ഇത് അനുവദിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടി ഈ കമ്മിറ്റി തയ്യാറാണ്. അതിൻ്റെ മുന്നോടിയായി തന്നെ പല ആളുകളെയും കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഈ പെരുമാറ്റച്ചട്ടം അവസാനിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ പ്രവർത്തനത്തിന് വളരെയധികം താല്പര്യം എടുത്തുകൊണ്ട് ഈ ചിറ പുനരുദ്ധരിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാം ചെയ്യണമെങ്കിൽ എല്ലാവരും മുന്നോട്ട് വരണം. കാരണം വെച്ചാൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമാണ് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ചിറയും ചുറ്റുപാടും നാടിന് മുതൽക്കൂട്ടാക്കി മാറ്റുമെന്ന് വാർഡംഗം റഫീഖ് പറഞ്ഞു. നമ്മുടെ പ്രദേശത്തിൻ്റെ ജലനിരപ്പ് ഇപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുള്ളത്. അപ്പോൾ ഈ ഒരു ചിറ നവീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിന് ജലനിരപ്പ് വരികയും കുടിവെള്ളത്തിന് വലിയ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പുരാതനമായ ഒരു ക്ഷേത്രം നമുക്ക് പൈതൃകമായി കിട്ടിയൊരു സംഭവം, അത് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ നാട്ടുകാരുടെയൊക്കെ ഒരു ബാധ്യതയാണ്, ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ നമ്മുടെ മനസ്സമാധാനത്തിലും ഒക്കെ
പല ദിക്കിലും പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വന്നിരിക്കാനും അതിനും ചിലവഴിക്കാനും ഒക്കെ ഒരു അവസരവും ഒരു സാധ്യതയൊക്കെ ഇവിടെ ഉണ്ട്. ആ രീതിയിൽ ഈ ചെറിയയും ചുറ്റുവട്ടവും ഒക്കെ നവീകരിച്ച ഒരു പാർക്കിൻ്റെ രൂപത്തിലാക്കിയാൽ വലിയ ഗുണം ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും പ്രസിഡൻറ്റും ഈ പ്രദേശത്തിലെ കൂട്ടായ്മയും കൺവീനറൊക്കെ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നാശം വന്നുകൊണ്ടിരിക്കുന്ന ആൽമരത്തിന് പ്രത്യേക ചികിത്സ നൽകി മരം സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് പ്രസിദ്ധ ചിത്രകാരനും പ്രകൃതി സംരക്ഷകനുമായ പാരീസ് മോഹൻകുമാർ അഭിപ്രായപ്പെട്ടു. ഇത് മാഹീൻ്റെ അടുത്താണെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാഹിയിൽ നിന്ന് അകന്നുപോയി. കാരണം റെയിലുള്ളത് കൊണ്ട് ഇവിടെയുള്ള പാസേജ് അപ്പുറത്തേക്ക് ചിറയിൽ നിന്ന് അപ്പുറത്ത് പോകാൻ പറ്റില്ല. കാരണം രണ്ടും ബന്ധിച്ച് കിടക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് പ്രധാനമായ 2-3 കാര്യങ്ങളൊന്ന് ചിറ ശുചീകരണം നടത്തണം, അത് ഉപയോഗപ്രദമാക്കണം. 2, ഈ ആൽമരം മഹത്തായ ആൽമരം സൂക്ഷിക്കണം. കാരണം ഈ ആൽമരമാണ് എത്രയോ കാലമായിട്ട് ചെറുപ്പം ഞാനൊക്കെ അറിയുന്നതാണ് ഈ സ്ഥലം. ഇത്രയോ ഒരു തൊടിക്കാൽ ക്ഷേത്രം പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമായത്. ഇതെങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. ഇവിടെ നിന്ന് പഠിച്ച ആളുകളൊക്കെ നാട്ടുകാർ എത്രയോ വലിയ വലിയ പോസ്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അവരെല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഈ ക്ഷേത്രത്തിനെയും ഇതിൻ്റെ പരിസരത്തിനെയും ഭംഗിയായിട്ട് പുനരുദ്ധീകരിക്കണം. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്യണം.